പിന്നെ അദ്ദേഹം വയ്ക്കുന്ന വേറൊരു ലോജിക്ക്, ഞാൻ പാർട്ടി വക്താവല്ല. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത് പാർട്ടി വക്താവ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ, ആ ഒരു കരിയറിലുള്ള ആളുടെ മാത്രം ചുമതലയാണ് പാർട്ടിയുടെ നിലപാട് പറയുക എന്നുള്ളത്. ബാക്കിയുള്ളവർക്കൊക്കെ തോന്നിയതുപോലെ പറയാം എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് എന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ എക്കോസിസ്റ്റം അതെങ്ങനെയാണ് നിലനിൽക്കുന്നത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ധാരണ പിശുക്ക് അദ്ദേഹത്തിന് നല്ല പോലെ ഉണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞാണ് പുള്ളിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, അദ്ദേഹം ആദ്യമായി വോട്ട് ചെയ്യുന്നതും ആദ്യമായി മത്സരിക്കുന്നതും ആദ്യമായി ജയിക്കുന്നതും ആദ്യമായി മന്ത്രിയാവുന്നതും എല്ലാം ഒരേ സമയത്താണ്. ആദ്യം വോട്ട് ചെയ്ത മനുഷ്യൻ ആദ്യത്തെ വോട്ടിൽ തന്നെ മന്ത്രി മത്സരിക്കുന്നു, ജയിക്കുന്നു, മന്ത്രിയാവുന്നു. അപ്പോൾ അതിൻ്റെ അങ്ങനത്തെ ഒരാൾക്ക് ഉണ്ടാവാവുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയമായിട്ടുള്ള സംഗതികൾ എങ്ങനെയാണ് ചലിക്കുന്നതിനെക്കുറിച്ചുള്ള വലിയ ധാരണ പശകുണ്ട്. വളരെ അപൂർവമായിട്ടാണ്, അല്ലെങ്കിൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ പെഹൽഗാം വിഷയം, അതേമാതിരി ഓപ്പറേഷൻ സിന്ദൂറുമായൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോൺഗ്രസ് ഒരു സ്ട്രോങ് ആയൊരു പൊസിഷൻ എടുക്കുകയും സംസാരിക്കുകയും ചെയ്തത്. ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ കോൺഗ്രസ് അതിൻ്റെ ഒരു ഊർജം വീണ്ടെടുത്ത് രാജ്യം ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുകയും അത് ജനങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ജയ് ഹിന്ദ് റാലികൾ പ്രഖ്യാപിക്കുകയും ചെയ്തൊരു സന്ദർഭത്തിൽ പിന്നിൽ നിന്ന് കുത്തുന്ന, നിർണായകമായ സന്ദർഭത്തിൽ പിന്നിൽ നിന്ന് കുത്തുന്ന നിലപാടാണ് ശശി തരൂർ സ്വീകരിച്ചിരിക്കുന്നത്.